രാവിലെ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അരിയൊക്കെ ഇട്ട് അരി ഇപ്പം തിളച്ച് അതിനിയൊന്ന് ഓഫാക്കി അടച്ചിടും. എന്നിട്ടൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് അത് വെന്തിരിക്കും. വെള്ളേരിയ കേട്ടോ, നമ്മുടെ പുഴുക്കലരി. അത് കഴിഞ്ഞൊരു ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയല്ല, ഇത്തിരി മസാല പോലെ ഇച്ചിരി ചാറായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും കറിവേപ്പിലയും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു. അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് വേവാൻ വെച്ച ഉരുളൻകിഴങ്ങൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊന്ന് ഇത്തിരി ആ തവിയും കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്, ഇത്തിരി ഒന്ന് ചാറ് പോലാകാനേ. അതിന് വേണ്ടി അതെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല എന്ന് വേണേൽ പറയാം, അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ ഇത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഞാനിതിപ്പം കൊച്ചിന് കൊടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പം ചപ്പാത്തി അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു മീൻ തോരൻ വെക്കുന്നുണ്ട്. അപ്പം മത്തിയാണ് കിട്ടിയ, ചെറിയ മത്തിയായിരുന്നു. അതൊക്കെ ഒന്ന് ഞാനൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. വെട്ടാൻ ഇത്തിരി സമയം എടുക്കും, ചെറിയ മത്തി ആയതുകൊണ്ട്. ഇതൊക്കെ നമുക്ക് തോരൻ വയ്ക്കാൻ അല്ലെങ്കിൽ വറക്കാനാണ് നല്ലത്, അല്ലാതെ നമുക്ക് കറി വയ്ക്കാനായിട്ട് ഇതങ്ങനെ കൊള്ളത്തില്ല. അപ്പം ഞാനിതെല്ലാം വെട്ടി കഴുകിയെടുത്തതിന് ശേഷം അരപ്പരച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പിനായിട്ട് നല്ല കുറച്ച് തേങ്ങ വേണം. അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വേണമെങ്കിൽ ഞാൻ ഒരു സവാളയും കൂടെ ഇതിലിട്ട് അരച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുടംപുളിയും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ ഈ അരപ്പിന് അരയ്ക്കാൻ നേരം തന്നെ ഉലുവാപ്പൊടി അങ്ങ് ചേർത്തേ. എന്നിട്ട് ആവശ്യത്തിനുള്ള കുടംപുളിയൊക്കെ ഇട്ടിട്ട് ആ ജാറൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ അകത്ത് കൂട്ടി ചേർക്കുക. ഒത്തിരി വെള്ളമാവരുത്. അഥവാ നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്ത് പുളിവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും ആ പുളിയും കൂടെ നമുക്ക് ആ അരപ്പിൻ്റെ അകത്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൻ്റെ മൂടുവശം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കുമേ. ഒത്തിരി കുറച്ച് നേരം ഞാനതൊന്ന് വേവിച്ചു. നമ്മുടെ തോരൻ ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം വൈകിട്ടാണ് ഞാനൊരു മോരുകറി ഉണ്ടാക്കിയത്. അപ്പം ഞാൻ മോരുകറി പലപ്പോഴും പല രീതിയിലുണ്ടാക്കും. ചിലപ്പം ഞാൻ മോര് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തുടാക്കിയതിന് ശേഷമാണ് കടുക് വറക്കുന്നത്. ഇന്നിപ്പം കടുക് വറുത്തതിന് ശേഷം ഇതിലോട്ടാണ് ഞാൻ മോരൊഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ നേരെ തിരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോര് നമ്മൾ ഈ കടുക് വറുത്തത് മോരിന് മുകളിലോട്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ടേ നന്നായിട്ട് കളർ കിടക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും നമുക്ക് മനസ്സിലാവത്തില്ല. ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ ആവി പോലെ വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടേ.